നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും. നമ്മുടെ കർത്താവ് യേശു മിശിഹ നമുക്ക് നൽകിയ പുതിയ ഉടമ്പടിയുടെ പെസഹ ദിനങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ച് ഈസ്റ്ററിൽ എത്തി നിൽക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധതയും ദൈവപരിപാലനയും അനുഭവിച്ചത് പ്രത്യേകമായി പെസഹ അനുഭവത്തിലൂടെയാണ്. പെസഹ എന്നാൽ കടന്നുപോക്കാണ്. ഇസ്രായേൽ ജനത്തെ കടിഞ്ഞൂൽ പുത്രൻ്റെ വധത്തിൽ നിന്ന് കാത്തുരക്ഷിച്ച കുഞ്ഞാടിൻ്റെ രക്തമുള്ള വീടുകളെ മരണം ബാധിക്കാതെ കടന്നുപോയ ആ പെസഹായുടെ ആചരണവും ആഘോഷവും നമ്മുടെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരും. ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ഒരു ജനതയുടെ വിമോചനമായിരുന്നു അത്. ആ വിമോചനത്തിൽ ഈ പെസഹ അനുഭവം കുറെ കൂടെ ശക്തമാകുന്നുണ്ട്. അവർ ഈജിപ്ത് വിട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്ന പ്രയാണത്തിൽ ഫറവോന്റെ സൈന്യത്തിൽ നിന്ന് അത്ഭുതകരമായി ജലത്തിലൂടെ രക്ഷപ്പെടുന്നത് നാം കാണുന്നു. ആ ജലത്തിലൂടെയുള്ള രക്ഷപ്പെടൽ ചെങ്കടൽ കടക്കുന്നതാണ്. അത് മാമോദീസയിലൂടെയുള്ള നമ്മുടെ പുതിയ ഉടമ്പടിയിലെ പങ്കുചേരലിനെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ആ അനുഭവം ശക്തമാകുന്നത് ദൈവം അവർക്ക് മരുഭൂമിയിൽ വിരുന്നൊരുക്കും. അവർക്ക് മന്നായും ജലവും നൽകി അവരെ തൃപ്തരാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി നാം തിരിച്ചറിയും. അവരുമായിട്ടുള്ള ഉടമ്പടി സീനാമലയിൽ വെച്ച് ദൈവം ആവിഷ്കരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹവും അവരുമായിട്ടുള്ള ബന്ധവും കാണിക്കുന്നു. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനതയുമായിരിക്കും. ഈ പുതിയ ഉടമ്പടിയുടെ പുതിയ അനുഭവമാണ് യേശുനാഥൻ്റെ പെസഹ. കാരണം നിയമങ്ങളെ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് അവിടുന്ന് വന്നത്. നിയമവും പ്രവാചകന്മാരെയും പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയായിരുന്നു. ആ പുതിയ ഉടമ്പടിയിലൂടെ പുതിയ ദൈവജനത്തെ സ്ഥാപിച്ചു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടത്തക്കവണ്ണം സാർവത്രികമായി എല്ലാവർക്കും തുറന്നിരിക്കുന്ന ഒന്നായിത്തീർന്നു ഈ പുതിയ ദൈവജനവുമായിട്ടുള്ള ഉടമ്പടി. ദൈവജനത്തിൽ എല്ലാവരും തന്നെ ക്രിസ്തുവിന് അനുരൂപരാകണം. അവിടുത്തെ അതേ പാതയിലൂടെ അവർ ചരിക്കണം. അതുകൊണ്ട് തന്നെ കർത്താവ് ഏറ്റെടുത്ത ആ വലിയ സംഭവങ്ങളെ നാം സ്മരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ ഈസ്റ്ററിൻ്റെ ഈ വലിയ ആഘോഷത്തിന് വേണ്ടി. അവിടുന്ന് മരുഭൂമിയിൽ വെച്ച് മന്ന നൽകിയതുപോലെ എന്നും നമ്മളെ പരിപോഷിപ്പിക്കുവാൻ അവിടുന്ന് തൻ്റെ തിരിച്ചൊരു രക്തം നൽകുന്ന അന്ത്യത്താഴവും സ്നേഹത്തിൻ്റെ കൽപ്പനയും അത് പരികർമ്മം ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്ന അപ്പോസ്തലന്മാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവിടുന്ന് പാപത്തെ പ്രതി നമ്മളെ അതിൽ നിന്ന് മോചിക്കുവാനായിട്ട് ഉള്ള അവിടുത്തെ ആ വലിയ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഈ സഹനത്തിൻ്റെ വലിയ തീവ്രതയിലൂടെ കടന്നു പോവുകയാണ് ഗെത്സമനിയിൽ. ആ ഗെത്സമനിലെ പ്രാർത്ഥനയെല്ലാം നാം പങ്കുകൊണ്ടു. ഈശോടൊപ്പമുള്ള പീഡാനുഭവങ്ങളൊക്കെ നാം ധ്യാനിച്ചു. അതിൻ്റെ പരിസമാപ്തിയായിട്ട് പെസഹ കുഞ്ഞാടെ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടത് കാൽവരി മലയിലെ ആ വലിയ ബലിയിലാണ്. അവിടുന്ന് കുരിശിൽ മരിച്ചുകൊണ്ട് നമ്മളെ രക്ഷിച്ചു. ആ രക്ഷാനുഭവം നമ്മൾക്ക് ഓരോരുത്തർക്കും സാധ്യമാവുന്നത് നാം അവനിൽ വിശ്വസിക്കുമ്പോഴാണ്, അവനെ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോഴാണ്, അവൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശമനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ്. യേശുനാഥൻ മരിച്ചു ഇതുകൊണ്ട് ഈ സംഭവം തീരുകയല്ല, അതൊരാരംഭമാണ്. പരമപിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് കരയേറുന്ന സംഭവമായിരുന്നു അതെന്ന് സൂചിപ്പിക്കും. അവിടുന്ന് തൻ്റെ വലതുവശത്തുള്ള കള്ളനോട് പറയും, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ പാവം മോചിച്ചുകൊണ്ട് അവനെ രക്ഷിച്ച, മരണത്തിൽ നിന്ന് രക്ഷിച്ച ആ വലിയ സംഭവത്തെ നാം ഓർക്കണം. എങ്കിലും മരിച്ച് അടക്കപ്പെട്ട അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത് വലിയ ആഹ്ലാദത്തിൻ്റെ സംഭവമാണ്. കാരണം ജീവൻ അവിടുന്ന് നൽകിയ അവൻ ജീവനെ വീണ്ടെടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ജീവൻ്റെ സ്രോതസ്സായി തീരുന്നു. ഈ ആഹ്ലാദ അനുഭവം നമുക്കുമുണ്ടാവണം. നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകളുമൊന്നും അതിൻ്റെ അവസാനമല്ല, പിന്നെയോ
ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആരംഭമാണ്. പ്രത്യാശയോടുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള വിളിയാണ്. പലപ്പോഴും സഹനങ്ങൾ നമ്മളെ നിരാശരാക്കരുത്, അവ നമ്മളെ മുന്നോട്ട് നയിക്കണം. കാരണം ദൈവത്തിൻ്റെ പദ്ധതി ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് വന്നത്, നമ്മളെ മഹത്വപ്പെടുത്തുവാനായിട്ട് വിശദീകരിക്കാനുള്ളതാണ്. സഹനങ്ങളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാം. ഉയർപ്പിൻ്റെ സന്തോഷം അത് സമാധാനത്തിലേക്കാണ്. ഉദ്ധിതനായ ഈശോ നൽകിയ സന്ദേശം സമാധാനമാണ്. ഈ സമാധാനമാണ് ഇന്നത്തെ മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം സ്വാർത്ഥതയിൽ മനുഷ്യൻ ചെന്ന് ചേർന്നിരിക്കുന്നത് വലിയ വലിയ വിദ്വേഷങ്ങളിലാണ്. മതവിദ്വേഷവും മനുഷ്യവിദ്വേഷവും ഒക്കെ കൂടിക്കലർന്നതാണ് യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങളെ നമ്മൾ അപലപിക്കുന്നത് മാത്രമല്ല, ആ യുദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളോടും കേണപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം ഇവിടെ വേണ്ടുന്നത് സമാധാനമാണ്. തീവ്രവാദങ്ങളും പരസ്പരമുള്ള യുദ്ധങ്ങളും കലഹങ്ങളും സ്വാർത്ഥതകളും വെടിഞ്ഞ് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് വരുവാൻ നമ്മൾ ത്യാഗപൂർണമായ ജീവിതം നയിക്കേണ്ടി വരും. എങ്കിലും അതിൻ്റെ അവസാനം സന്തോഷമാണ്, ഈസ്റ്ററിൻ്റെ സന്തോഷം. ആ സന്തോഷം നാം ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിലാണ്. കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളം.